നേരത്തെ വന്നിരുന്ന കാര്യങ്ങളെല്ലാം ഇവർ അറിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് എല്ലാ ചാനലിലൂടെയും ഇതിൽ മാൻ മിക്സിങ് കൊടുത്തിരിക്കുന്ന അദ്ദേഹം ഇവരുമായിട്ട് കേസുള്ള ആളുകളാണ്. അതുപോലെ തന്നെ അച്ഛൻ്റെ കാര്യം പറയുന്നത് വീട്ടിൽ നിന്ന് ഈ അമ്പലം വരെ എല്ലാ ദിവസവും ഈ ദീപാരാധന സമയത്ത് വരുമായിരുന്നു. മകനായിരുന്നു പൂജ, കിടപ്പായിരുന്നു, അസുഖമായിരുന്നു, സത്യമാണ്. പക്ഷേ ഈ സമയത്ത് അദ്ദേഹം മുടങ്ങാതെ ഈ അമ്പലത്തിൽ വരുമായിരുന്നു. അത് മകൻ്റെ അടുത്ത് ചോദിച്ചാൽ പറയും. അപ്പോൾ ഇതൊക്കെ തെറ്റായിട്ട് ജനങ്ങളിലെത്തിച്ചു. അതുകൊണ്ടൊരു തെറ്റിദ്ധാരണ വന്നു. ശരിക്ക് അത് വരാൻ പാടില്ലായിരുന്നു. അല്ല, ഈ പ്രദേശത്ത് ഒരു ക്ഷേത്രം വെച്ച് പലരും ഈ ക്ഷേത്രത്തിൽ അങ്ങനെ വലുതായിട്ട് ആളുകൾ തൊഴാൻ വരുമെന്ന് തോന്നുന്നില്ല അല്ലേ? അങ്ങനെ വരാറില്ല. ഇതിലുണ്ട്, ഇതിൽ കുറേ കാലത്തിന് മുമ്പുള്ളത് പാട്ടിടാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പിന്നെ വഴി കൊടുത്തില്ല എന്ന് പറഞ്ഞുള്ള തർക്കം, കുറച്ച് തർക്കങ്ങളുണ്ട്. സ്വാമിയും കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യണതാണ്. അതായത് ഇതിൻ്റെ പരാതി തന്നെ നേറ്റിങ്ങര പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ.